രാവിലെ മിച്ചം ഉറക്കത്തിൽ നിന്ന് എണീക്കില്ല എന്നാണ് വിചാരിച്ചത്. കാരണം 6:45 ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അതിന് മാമായാണ് മിച്ചുവിനെ കൊണ്ടുപോയത്. മാമായും അമ്മൂസും മിച്ചുവും കൂടെ പോയി. പിന്നെ ഞാനും മാമിയും കൂടെ ഉറട്ടിയൊക്കെ ചുട്ട് വെച്ച്. നല്ല വിറകടുപ്പിൽ വേവിക്കുന്ന ഉറട്ടി ആയതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു പെട്ടെന്നൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാമി 2-3 പാൻ അടുപ്പത്തും കൂടെ വെച്ച് അങ്ങനെയും കൂടെ പെട്ടെന്ന് ചുട്ടെടുത്ത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇന്ന് താഴെയായിരുന്നു ഫുഡ്. അപ്പം മുകളിൽ നിന്ന് വാപ്പച്ചിയും കൊച്ചായും എല്ലാവരും കൂടി വന്ന് നമ്മൾ താഴെ അടിപൊളിയായിട്ട് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അമ്മച്ചിമാരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മിച്ചും കൂടി മുകളിലോട്ട് കയറി. മുകളിൽ ഇന്ന് പെരുന്നാളായിട്ട് കയറിയില്ലല്ലോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ മിച്ചുതാ അവിടെ ഒരു കണ്ണാടിയൊക്കെ ഇരുന്നതെടുത്ത് വെച്ച് പൂച്ചയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് 2-3 ഗസ്റ്റൊക്കെ വന്ന് പിന്നെ അവർക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്ത് അതൊക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊച്ചുമ്മ അവിടെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ അതൊന്നും കഴിക്കാൻ നിന്നില്ല. അത് ഫുഡ് അവിടെ ആയതുകൊണ്ട് ഉച്ചത്തെ ഫുഡ് ഇന്ന് എൻ്റെ ഉമ്മച്ചിമാരെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും മിച്ചും കൂടെ പിന്നെ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഞങ്ങളിങ്ങ് നേരെ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും മിച്ചുദാ ഈ ഓടിപ്പോണത് ഇഷലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം വഴിയിൽ വെച്ച് നജീറണ്ണനെ കണ്ടു. ഇഷൽ മിച്ചുവിനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മിച്ചുവിന് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആയി. എന്തിനാണ് വേറൊന്നിനുമല്ല, കൂടി നിന്നിട്ട് കുറച്ച് സമയം കൂടി നിന്നിട്ട് പിന്നെ ഇന്ന് അടികൂടാൻ വേണ്ടിയിട്ടാണ്. ഓരോ കളിപ്പാട്ട് അവളെടുത്ത് ഇവ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അത് ഒരു രസമല്ലേ. എന്നിട്ട് അങ്ങനെ നമ്മൾ നേരെ അവിടെ പോയപ്പോൾ ഇതാ ഹൈസുവും ഇഷലും കൂടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മിച്ചുവിനെ കണ്ടത് ഹൈസ് ഉടനെ മിച്ചുവിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുറേ കളിപ്പാട്ടമൊക്കെ കൊടുത്തു. അങ്ങനെ അവരുടെ ഹാപ്പിനെസ് അതൊക്കെ തന്നെ അല്ലേ. നമ്മളും ചെറുതിലെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നില്ലേ. എന്നിട്ട് പിന്നെ ഞാൻ നേരെ നമ്മുടെ അടുക്കള ഭാഗത്തോട്ടാണ് പോയത്. അവിടെ ഇനി എന്താണെന്ന് അറിയണമല്ലോ, കാരണം അതാണല്ലോ മുഖ്യം. അപ്പം ഞാനവിടെ പോയപ്പോൾ ഷഹാനത ബിരിയാണി, ഇന്നത്തെ പ്രിപ്പറേഷൻ ഫുള്ള് ഷഹാനാരതായിരുന്നു. അപ്പം ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ എനിക്ക് മുമ്പേ ഒരു വിയർപ്പിൻ്റെ അസുഖം ചെറുതായിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും നോക്കിയില്ല. കഴിക്കാൻ നേരം മാത്രം ഒന്ന് അങ്ങോട്ട് എത്തി നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അങ്ങനെ അവരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും ഇഷൽ ഉടനെ എൻ്റെ തോളിൽ കയറിയിരുന്നു. എന്നെ ഇഷൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി പറയണതാണ്. അവൻ ഇങ്ങനെ ചെളിയിട്ട്, അവളെ വണ്ടിയിൽ ചെളിയിട്ട്, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെയാണ് ഇഷലിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ബിരിയാണി വിളമ്പാൻ സമയമായി. നല്ല അടിപൊളി ബിരിയാണി. ആദ്യം കുറച്ച് ഉപ്പ് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ദമ്മിട്ടതായിരുന്നു. ഷഹാൻ എത്തിരി മെനക്കെട്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് താഴെ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇവിടെ എൻ്റെ ഉമ്മച്ചിമാരെ വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ദിവസത്തെ വിശേഷങ്ങളുണ്ടാവുമല്ലോ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ പെരുന്നാളിനൊക്കെ ആണല്ലോ ഒത്തുകൂടുന്നത്. അപ്പോൾ ഒരുപാട് ദിവസത്തെ വിശേഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരെ വീട്ടിൽ പോയി.